ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വന്തം കുഞ്ഞാറ്റ ജിസ്പി, നമുക്കറിയാം മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് എന്ന ചാനൽ നടത്തുന്നത് കുഞ്ഞാറ്റയാണ്. അപ്പൊ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുഞ്ഞാറ്റയുടെ വീഡിയോകളുടെ കമന്റ് ബോക്സിലൊക്കെ ആണെങ്കിൽ ചൂട് പിടിച്ചൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞാറ്റ ഒരു പുതിയ പ്രണയത്തിലാണോ എന്നുള്ളതാണ് ആ ചർച്ച. നമുക്കറിയാം കുഞ്ഞാറ്റ ഒരു മാൾട്ടയിൽ പോയ ശേഷം കുഞ്ഞാറ്റ എപ്പോഴും ഒരു ഫ്രണ്ടിന്റെ കൂടെയുള്ള വീഡിയോ ഷെയർ ചെയ്യാറുണ്ട്. പൊതുവെ ബോയ്സിന്റെ കൂടെയുള്ള ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ആളുകൾ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്ന രീതി നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ കുഞ്ഞാറ്റ ഒരു ഫ്രണ്ടിന്റെ കൂടെ എപ്പോഴും വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും അതിൽ സംശയം പ്രകടിപ്പിച്ച് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണല്ലേ എന്നുള്ള രീതിയിലൊക്കെ കമന്റുകൾ ഇടാറുണ്ട്. ഇപ്പൊ കുഞ്ഞാറ്റ ആ വ്യക്തിയുടെ കൂടെയുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ളോഗ് അല്ലെങ്കിൽ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്. ആ വ്യക്തിയും കുഞ്ഞാറ്റയും കൂടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതായിട്ട്, ആ വ്യക്തിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതായിട്ട്. അപ്പൊ അതിന്റെ കമന്റ് ബോക്സ് നിറയെ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ എന്നുള്ള രീതിയിൽ തോന്നുന്ന വിധത്തിലുള്ള ഒരുപാട് കമന്റുകൾ ഉണ്ട്. കുഞ്ഞാറ്റ ഇടക്കാലത്ത് ഭയങ്കര വിവാദങ്ങളിൽ നമ്മൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു പേരായിരുന്നു കുഞ്ഞാറ്റ. കുഞ്ഞാറ്റയുടെ ഹസ്ബൻഡ് അമല്, ഇച്ചായ എന്ന് വിളിക്കുന്ന അമല്. അപ്പൊ ഈ കുഞ്ഞാറ്റയും ഇച്ചായനും ഡിവോഴ്സ് ആയ സമയത്ത് ഒരുപാട് ഇവിടെ ചർച്ച നടന്നതാണ്. അവരുടെ പ്രണയ വിവാഹമായിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള കുറേ കാലങ്ങൾ നമ്മൾ അവരുടെ വ്ളോഗിലൂടെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കുഞ്ഞാറ്റ വിദേശത്തേക്ക് ജോലി ആവശ്യത്തിനും പഠന ആവശ്യത്തിനുമായിട്ട് പോകുന്നത്. പോയ ഉടനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞാറ്റ ഇച്ചായനുമായി ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് വലിയൊരു പോസ്റ്റ് ഇടുന്നു. അതോടുകൂടി അത് ഭയങ്കര വിവാദമായി മാറുന്നു. കാരണം ഇവിടുന്ന് വളരെ ഹാപ്പി ആയിട്ട് പിരിഞ്ഞു പോയിട്ടുള്ള കപ്പിളാണ്, പെട്ടെന്ന് ഡിവോഴ്സ് ആയി എന്ന് പറയുന്നു. അതിനെതിരെ കുറേ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ആയിട്ട് കുഞ്ഞാറ്റയും ഇച്ചായനും, കുഞ്ഞാറ്റ അധികമൊന്നും വ്ളോഗൊന്നും ചെയ്ത് അതൊരു വിറ്റ് കാശാക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇച്ചായനൊക്കെ അത് വെച്ചിട്ട് അമൽ ഒരുപാട് വീഡിയോകൾ അത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അമൽ പുതിയ ചാനലൊക്കെ അതിനുശേഷം തുടങ്ങി. അങ്ങനെ ഭയങ്കര ഒരു വിവാദത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞാറ്റ യൂറോപ്പിലേക്ക് പോയ ശേഷം കുഞ്ഞാറ്റ മോനെ ഇവിടെ അമ്മയുടെ അച്ഛൻ്റെ അടുത്താക്കിയിട്ടായിരുന്നു പോയത്. പിന്നെ മോനെ കാണാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമല് കുറെ വിഷയങ്ങൾ ഉണ്ടാക്കുകയും വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റ മാൾട്ടയിലേക്ക് പോയ ശേഷം മാൾട്ടയിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള വീഡിയോകളായിരുന്നു. അതിൽ നെഗറ്റീവ് കണ്ടന്റുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞാറ്റ ആണെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണെങ്കിലും കുഞ്ഞാറ്റയുടെ ചുറ്റുമുള്ള ആളുകളുടെ സാന്നിധ്യമായിരുന്നു പലപ്പോഴും കുഞ്ഞാറ്റയുടെ വ്ളോഗ് നെഗറ്റീവ് ആക്കിക്കൊണ്ടിരുന്നത് എന്നുള്ളതായിരുന്നു. നമുക്കറിയാം ഇവിടെ ആകുമ്പോഴും കുഞ്ഞാറ്റ പഠനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ജോലി ചെയ്തിരുന്നു. അതിന്റെ കൂടെ പറ്റാവുന്ന ജോലികളെല്ലാം ചെയ്തിരുന്നു. സ്റ്റിച്ചിങ് ചെയ്തിരുന്നു, സെയിൽസ് ചെയ്തിരുന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. കുഞ്ഞാറ്റ മാൾട്ടയിൽ പോയ ശേഷമാണെങ്കിലും കുഞ്ഞാറ്റ അവിടെ കുഞ്ഞാറ്റയെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നഴ്സിംഗ് ജോബ് എന്തോ ആയിരുന്നു ചെയ്യുന്നത്, അല്ലെങ്കിൽ കെയർ ടേക്കർ പോലെ എന്തോ ഒരു ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ കൂടെ തന്നെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്ത്, നമുക്കറിയാം ഇപ്പോൾ വിദേശത്തുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ അവരുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് കഴിയില്ല. അപ്പൊ നമ്മൾ അതിന് ആരെങ്കിലും ഏജൻസിയൊക്കെ സമീപിച്ചിട്ട് അവര് ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു പുതിയ പരിപാടി ഇപ്പൊ ഉണ്ട്. അങ്ങനത്തെ ഒരു സംഭവമൊക്കെ കുഞ്ഞാറ്റ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും പ്രിയപ്പെട്ട ആളുകൾ വിദേശ രാജ്യത്തുണ്ടെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കുഞ്ഞാറ്റ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞാറ്റ ഈ മാൾട്ടയിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞാറ്റയുടെ കൂടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിൽ അനൂപ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിന്റെ കൂടെ കുഞ്ഞാറ്റ വേറെ ഇറ്റലിയിലൊക്കെ പോവുക അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ കുഞ്ഞാറ്റയുടെ വ്ളോഗിൽ വന്നിരുന്നു. അവിടെ ചെന്നപ്പോഴേക്കും അവൾ വേറെ ആളെ സെറ്റാക്കി എന്നുള്ള രീതിയിലൊക്കെ വളരെ മോശമായ കമന്റുകൾ വന്നിരുന്നു. പിന്നീട് പലപ്പോഴും ഈ അനൂപിനെ നമ്മൾ കുഞ്ഞാറ്റയുടെ വ്ളോഗിൽ കണ്ടിട്ടുണ്ട്. ഈ കുഞ്ഞാറ്റ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ആ ഒരു പരിപാടിക്ക് വേണ്ടി പോകുന്ന സമയത്തൊക്കെ അനൂപായിരുന്നു എപ്പോഴും കുഞ്ഞാറ്റയുടെ കൂടെ ഉണ്ടായിരുന്നത്. അതേപോലെ അവരെ എപ്പോഴും പുറത്ത് ഔട്ടിങ്ങിനൊക്കെ പോകുന്നത് കാണിക്കാറുണ്ട്. വേറെ ഫ്രണ്ട്സും കൂടെ ഉണ്ടാവാറുണ്ട്, അങ്ങനത്തെയൊക്കെ കാണിക്കാറുണ്ട്. ഈയിടെ വാലന്റൈൻസ് ഡേക്ക് അവർ ഒരുമിച്ച് പുറത്തൊക്കെ പോയിട്ടുള്ള വീഡിയോ ഒക്കെ വളരെ ചർച്ചയായിരുന്നു. അതിന്റെ അടിയിലൊക്കെ പലരും സംശയം പ്രകടിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരുപാട് കമന്റുകൾ ഇട്ടിരുന്നു. നിങ്ങൾ പ്രണയത്തിലാണോ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കമന്റുകളും ഇട്ടിരുന്നു. അപ്പോൾ കുഞ്ഞാറ്റ എപ്പോഴും ഇതിന് പറയുന്ന മറുപടി ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്,
ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് മാത്രമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റുകളും മറുപടികളുമാണ് കുഞ്ഞാറ്റ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോ കുഞ്ഞാറ്റ ഈ പറയുന്ന അനൂപ് എന്ന് പറയുന്ന വ്യക്തിയുടെ ബർത്ത്ഡേക്ക് ഇട്ട ഒരു ഷോർട്സ്, അല്ലെങ്കിൽ ബർത്ത്ഡേ ദിവസം അവര് അത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ഇട്ട ഒരു ഷോർട്സ് ആണ് ഇപ്പൊ ചർച്ചയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആണത്. അവര് ഒരുമിച്ച് ഒരു റെസ്റ്റോറന്റ് പോകുന്നു, കേക്ക് കട്ട് ചെയ്യുന്നു, കുഞ്ഞാറ്റ ഗിഫ്റ്റ് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വളരെ നല്ലൊരു ഷോർട്സ് ആണ് ഇട്ടിട്ടുള്ളത്. അതിന്റെ അടിയിൽ ഒരുപാട് കമന്റുകൾ ഉണ്ട്. നിങ്ങൾ ശരിക്കും വെറും ഫ്രണ്ട്സ് മാത്രമല്ല അല്ലേ എന്നുള്ള രീതിയിലൊക്കെയുള്ള കമന്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ കുഞ്ഞാറ്റ കൊടുക്കുന്ന മറുപടി ഫ്രണ്ട് തന്നെയാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ എല്ലാവരും ആശംസ അറിയിച്ചുകൊണ്ടും നിങ്ങൾ ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്നും നിങ്ങളുടെ വിവാഹം എന്നാണെന്നും അങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള വളരെ നല്ല കമന്റുകളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ രസകരമായ കമന്റും ഉണ്ട്. ഇത് കണ്ട് ഇച്ചായ മിക്കവാറും കുടിച്ചു മരിക്കും എന്നൊക്കെയുള്ള വളരെ രസകരമായ കമന്റുകളും അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിന് നെഗറ്റീവ് കമന്റുകളൊന്നും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. ആളുകളൊക്കെ കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്തു തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പൊ പണ്ടായിരുന്നു വെച്ചാൽ ഒരു വിവാഹബന്ധം തകരുന്നു, പിന്നെ ഒരു വേറെ ബന്ധത്തിലേക്ക് പോകുമ്പോൾ എത്ര നല്ല ബന്ധമാണെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാലേ അതിലൊരു സമാധാനമുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ആളുകൾ ഓരോരുത്തരുടെ ജീവിതം, അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ ഇതിനൊക്കെ മാനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇങ്ങനത്തെ പോസിറ്റീവ് കമന്റുകളിലൂടെയൊക്കെ കാണാൻ പറ്റുന്നത്. അങ്ങനെ പറയാനും പറ്റില്ല, ചിലപ്പോൾ കുറച്ച് വസന്തങ്ങളായിട്ടുള്ള ആളുകളൊന്നും ഈ പോസ്റ്റോ ഈ വീഡിയോ ഒന്നും കണ്ടു തുടങ്ങിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആ ഒരു പഴയ കുഞ്ഞാറ്റയുടെ ആരാധകരായിട്ടുള്ള പാൽക്കുപ്പി ഫാൻസ് ഉണ്ടല്ലോ, അവരാണോ ഈ കമന്റ് ഒക്കെ ഇട്ടിട്ട് സന്തോഷമായിട്ടിരിക്കും എന്ന് പറയുന്നതെന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് പ്രായമുള്ള സ്ത്രീകളുടെയൊക്കെ മോളെ അമ്മയെ പോലെ കരുതുന്ന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകളൊക്കെ കണ്ടു. അപ്പോൾ പ്രായമുള്ള സ്ത്രീകളും ഒക്കെ ഈ വീഡിയോസ് ഒക്കെ കണ്ട് അവരൊക്കെ വളരെ ആശംസയൊക്കെ അറിയിച്ച പോലെയാണ് കമന്റുകൾ ചെയ്തിട്ടുള്ളത്. ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ പലരും അതിൽ പറയുന്ന കമന്റ് ഉണ്ട്, ഞങ്ങൾക്കൊക്കെ ബർത്ത്ഡേ വരാറുണ്ട്, ഒരു പട്ടിക്കുറുക്കം പോലും ഞങ്ങളൊന്നും തിരിഞ്ഞു നോക്കാറില്ല, ഇനിയിപ്പോൾ വല്ലവരും ആശംസ പറഞ്ഞാൽ തന്നെ ആയി, അല്ലാതെ ഇത്രയും വലിയ ഗിഫ്റ്റ് ഒന്നും ഞങ്ങൾക്ക് ആരും തരാറില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെയുള്ള കമന്റുകളുണ്ട്. കുഞ്ഞാറ്റ ഈ അനൂപ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊടുത്തത് ഒരു iPhone 17 Pro ആണ്. ഏകദേശം 1.5 ലക്ഷം രൂപ 2 ലക്ഷത്തിനൊക്കെ അടുത്ത് വിലയുള്ളൊരു ഫോണാണെന്ന് നമുക്കറിയാം. അപ്പൊ അത്രയും വലിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന ആള് വെറും ഒരു ഫ്രണ്ട് മാത്രമാവാൻ സാധ്യതയില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് കമന്റുകൾ വരുന്നത്. ഇവരിതേ പോസ്റ്റുകൾ ഇൻസ്റ്റയിലും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റയിൽ കുറച്ചുകൂടെ കമന്റുകൾ ഉണ്ട്. ഞങ്ങൾ ഈ ഒരു വിവാഹം കാത്തിരിക്കുന്നു, നിങ്ങൾ ഒന്നാവുന്ന ദിവസം കാത്തിരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള വളരെ നല്ല കമന്റുകളൊക്കെ ഇൻസ്റ്റയിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നല്ല കാര്യമാണ്. ഇപ്പൊ നമ്മളൊരു ടോക്സിക് ആയിട്ടുള്ള ബന്ധത്തിൽ പെട്ടു, അതിന്ന് കഷ്ടപ്പെട്ട് പുറത്ത് കടന്നു, അതിന്റെ പേരിൽ കുറേ പഴി കേട്ടു എന്ന് കരുതിയിട്ട് ജീവിതകാലം മുഴുവൻ ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്ന് കരുതിയിട്ട് ജീവിതം അങ്ങനെ ത്യാഗം ചെയ്തോ സാക്രിഫൈസ് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെപ്പോഴും നല്ലത്, നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു ലൈഫ് എന്താണ് അത് തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും നല്ലതെന്നേ പറയാനുള്ളൂ. എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഫ്രണ്ടായിട്ട് ഇരിക്കുകയാണെങ്കിലും ഇത്ര നല്ല ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടുന്നതും വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇതൊരു എത്രമാത്രം ശരിയാണ്, നമ്മളുടെ ഊഹങ്ങളൊന്നും ശരിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും വലിയ ചർച്ചകളൊക്കെ അതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. നല്ല ശുഭവാർത്തയ്ക്കാണെങ്കിൽ കുഞ്ഞാറ്റ തന്നെ നമ്മളോടൊക്കെ ഷെയർ ചെയ്യായിരിക്കും. എന്തായാലും എല്ലാവർക്കും നന്ദി.